السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا ولمشايخنا وللوالدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. اللهم افتح بالخير واجعل عاقبة أمورنا خير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പറയുന്നതിനേക്കാളുപരി കേൾക്കുന്നതിനേക്കാളുപരി ജീവിതത്തിൽ ഇതൊക്കെ പകർത്താനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്ത് ശരിയായ രീതിയിലാക്കി തീർക്കുവാനും അതിലൂടെ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുവാനുമുള്ള മഹത്തായ ഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു യുവാവായിരിക്കെ അല്ലെങ്കിൽ അതിനു മുമ്പ് ഒരു ബാലനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അവിടുത്തെ ജീവിതം ഏത് തരത്തിലായിരുന്നു, അന്ന് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതാണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഏകദേശം 18, 19, 20 വയസ്സുകളിലൊക്കെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു സംഭവമായ ഹിൽഫുൽ ഫുദൂൽ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഒരു യമനിയായ ഒരു സഹോദരൻ, സുബൈദ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സുബൈദിയായ ഒരു സഹോദരൻ മക്കയിലേക്ക് വരുന്നു. അയാൾ ആസിബിന് വായിൽ എന്ന മക്കയിലെ പ്രമാണിക്ക് അയാളുടെ സാധനങ്ങൾ വിൽക്കുന്നു. അയാൾ വളരെ മോശപ്പെട്ട സ്വഭാവക്കാരനായിരുന്നു, അഹങ്കാരിയായിരുന്നു, തണ്ടുള്ള ആളായിരുന്നു. അയാളുടെ അഹങ്കാരം ഉപയോഗിച്ചുകൊണ്ട് ഈ സാധനം വാങ്ങിയിട്ട് പണം തിരിച്ചു കൊടുക്കാതെ അയാളോട് ബുദ്ധിമുട്ടിക്കുന്നു. അതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചാപ്പ സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ നേതൃത്വത്തിൽ അബ്ദുല്ലാഹി ബിൻ ജദ്ആൻ എന്ന് പറഞ്ഞവരുടെ വീട്ടിൽ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടുകയും അവിടെ വെച്ച് ഒരു സന്ധിയിൽ, ഒരു കരാറിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അബ്ദുല്ലാഹി ബിൻ ജദ്ആൻ എന്ന് പറഞ്ഞാൽ കറമിൻ്റെ, ഔദാര്യത്തിൻ്റെ വിഷയത്തിൽ ജനങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ട് അറിയപ്പെട്ടായിരുന്നു. അയാളുടെ പിന്നിലൊരു കഥയൊക്കെ ഉണ്ട്, അയാൾ എങ്ങനെ അങ്ങനെ ആയി എന്നുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ വാപ്പ, പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറയാണ്, ചരിത്രത്തിൽ വായിച്ചു പോയതാണ്, ഞാൻ പറയണമെന്ന് വിചാരിച്ചല്ല, നോട്ട് ചെയ്ത് വന്നതുമല്ല. അപ്പോൾ ഈ അബ്ദുല്ലാഹി ബിൻ ജദ്ആൻ്റെ വാപ്പ വളരെ കർക്കശക്കാരാണ്. എപ്പോഴും ഇദ്ദേഹത്തിനോട് ചൂടാവുകയും പിന്നെ ഇടിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് വലിയ നഷ്ടങ്ങൾ, കറക്റ്റ് ഓർമ്മയില്ല, നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ട് അദ്ദേഹം നാട് വിട്ടിട്ട് സ്വന്തം ജീവൻ ത്യജിക്കാൻ വേണ്ടി, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു മലയുടെ അകത്ത് പോവുകയും ആ മലയുടെ ഉള്ളിൽ ഒരു ഗുഹ കണ്ടെത്തുകയും ആ ഗുഹയുടെ അകത്ത് പോയിട്ട് സ്വന്തം ജീവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയം, അപ്പം ആ ഗുഹയുടെ ഉള്ളിൽ അയാളൊരു സർപ്പത്തെ കണ്ടു, പാമ്പിനെ. അപ്പോൾ ഏതായാലും ആത്മഹത്യ ചെയ്യാൻ വന്നതല്ലേ, അപ്പോൾ ആ പാമ്പിൻ്റെ കടിയേറ്റിട്ട് തന്നെ മരിക്കാമെന്ന് വിചാരിച്ച് ആ പാമ്പിൻ്റെ അടുത്തേക്ക് അയാൾ പോയി നോക്കുമ്പം അത് ശരിക്കുമുള്ള പാമ്പായിരുന്നില്ല, മറിച്ച് പണ്ട് ആരോ ഇട്ടിട്ട് പോയ, സ്വർണം കൊണ്ട് നിർമ്മിച്ച, നമ്മൾ നിധി എന്നൊക്കെ പറഞ്ഞ പോലെ പണ്ടുള്ളവർ ഇട്ടിട്ട് പോയ വളരെ വിലപിടിപ്പുള്ള സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു പാമ്പിൻ്റെ ബിംബമായിരുന്നു, രൂപമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഒരുപാട് ഇങ്ങനെയുള്ള സ്വർണവും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അയാളതൊക്കെ എടുത്തുകൊണ്ട് തിരിച്ച് മക്കത്തേക്ക് വന്നു. അതിനുശേഷം അയാൾ സ്വന്തമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാതെ മക്കയിൽ ഔദാര്യത്തിൻ്റെ, കറമിൻ്റെ വിഷയത്തിൽ ഉദാഹരിക്കപ്പെടുന്ന രീതിയിൽ അത്രയും വലിയ ഉയർന്ന സ്ഥാനത്തേക്ക് അയാൾ എത്തുകയും ഈ സമ്പത്ത് മുഴുവനും അയാൾ തൻ്റെ അടുക്കലേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടി ചെലവഴിച്ച് തീർക്കുകയും ചെയ്തു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വേണ്ടിയിട്ട് ആൾ വരുമ്പോൾ വരുന്ന ആൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ആ തീന്മേശയുടെ മുന്നിൽ എത്തുന്നത് വരെ പോലും ഇദ്ദേഹം കാത്തു നിൽക്കുമായിരുന്നില്ല എന്നാണ്. വന്ന് എത്തിയ ഉടനെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് എന്നൊക്കെ പറയുന്ന പോലെ, വെൽക്കം ഡ്രിങ്ക് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അകത്ത് കയറുമ്പോഴാണല്ലോ കുടിക്കുക. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുമ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇവരെ തീറ്റിക്കാൻ വേണ്ടി തുടങ്ങുന്ന, അങ്ങനെ തീറ്റിച്ചായിരുന്നു പിന്നീട് ആ തീന്മേശയിലേക്ക് ആനയിക്കപ്പെടുക. അത്രയും അധികം കറമിൽ പ്രസിദ്ധനായ ഒരു മനുഷ്യനായിരുന്നു ഈ അബ്ദുല്ലാഹി ബിൻ ജദ്ആൻ. അങ്ങനെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ആളായതുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ ജദ്ആൻ്റെ വീട്ടിലാണ് ഇവർ ഒരുമിച്ച് കൂടിയത്. അവിടെ വെച്ചിട്ടാണ് ഇവർ ഹിൽഫുൽ ഫുദൂൽ എന്ന ചരിത്രത്തിൽ പേര് കേട്ട ഒരു സംഭാഷണം, അതായത് ഇനി മക്കത്ത് വന്നിട്ട് ഒരാൾക്കും ഒരു അക്രമവും നേരിടേണ്ടി വരില്ല. അഥവാ അങ്ങനെ ആക്രമണം നേരിടപ്പെട്ടാൽ അയാളുടെ കൂടെ, ആക്രമിക്കപ്പെട്ടവൻ്റെ കൂട്ടത്തിൽ നമ്മൾ നിൽക്കുകയും അവൻ്റെ അവകാശം വാങ്ങിക്കൊടുക്കുന്നത് വരെ നമ്മൾ പോരാടുകയും ചെയ്യുന്ന ഒരു കരാറിൽ ആ
കൂട്ടത്തിലുണ്ടായിരുന്ന, അന്ന് ഈ ഹിൽഫുൽ ഫുദൂൽ എന്ന് പേര് വരാൻ കാരണം ചരിത്രകാരന്മാർ പറയുന്നത് ഒന്നിലധികം ഫضൽ എന്ന് പേരുള്ള ആളുകൾ ഇതിലുണ്ടായത് കൊണ്ടാണ്. അതേപോലെ ശ്രേഷ്ഠമായ ഫضൽ ജമു ഫുദൂൽ, ശ്രേഷ്ഠമായ കാര്യത്തിൻ്റെ മേൽ ഇവർ ഒരുമിച്ച് കൂടും, അങ്ങനെ പല അഭിപ്രായമുണ്ട്. അപ്പം അന്ന് കൂടിയിരുന്ന ആളുകൾ മുഴുവനും ആ കരാറിൽ ഏകോപിക്കുകയും അവർ അതിൻ്റെ തുടക്കം എന്നോണം ആസിബിന് വായിൽ എന്ന അന്നത്തെ പ്രമാണിയായ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാതിരുന്ന അത്രയും വലിയ ആളിൽ നിന്ന് ഈ സുബൈദിയുടെ അവകാശം വാങ്ങിച്ചു കൊടുക്കുകയും അതിനുശേഷം എന്ത് പ്രശ്നം വന്നാലും ഈ ഒരു ടീം അതിൽ ഇടപെടുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവുമായി ഇത് ബന്ധപ്പെടുന്നത് ചെറിയ പ്രായത്തിലുള്ളവരാണെങ്കിലും അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേതൃത്വവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നെങ്കിൽ, നേതൃത്വത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഈ വീട്ടിലുണ്ടായിരുന്നു. ഈ സന്ധിയിൽ നബി തങ്ങൾ പങ്കെടുത്തിരുന്നു, കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കിയിരുന്നു. നമ്മളിവിടെ ശരിക്കും ആലോചിക്കേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അക്രമത്തിൻ്റെ, ദുൽമെന്ന പാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് പറഞ്ഞു. ദുൽമെന്ന പാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് എത്രമാത്രം നമ്മൾക്ക് ദോഷമായി ഭവിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അത് ദുൽമ് എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരി ഭരണീയരോട് ചെയ്യുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് ചെയ്യുന്നത്, നമുക്കിപ്പോൾ അതൊക്കെയാണ് നമ്മൾ ദുൽമായിട്ട് കാണുന്നത്, ഇസ്രായേൽ ഫലസ്തീനോട് ചെയ്യുന്നത്. പക്ഷെ അത് മാത്രമല്ല ദുൽമ എന്ന് നമ്മൾ പറഞ്ഞു. സഹോദരി സഹോദരനോട് ചെയ്യുന്നത്, സഹോദരൻ സഹോദരിയോട് ചെയ്യുന്നത്, ഭാര്യ ഭർത്താവിനോട് ചെയ്യുന്നത്, ചിലപ്പോൾ ഭർത്താവ് ഭാര്യയോട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പല തരത്തിലും ദുൽമുകൾ വരുന്നുണ്ട്. അപ്പം ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മളിൽ നിന്നും ഒരു ദുൽമും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നബി തങ്ങൾ അങ്ങനെ ചെറിയ കുട്ടിയാണ്. നബി തങ്ങൾ അന്നിവിടെ ഈ സന്ധിയിൽ പോയി പങ്കെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ധിയിൽ പങ്കെടുത്തു. ആ സന്ധിയിൽ ആർക്ക് സഹായം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ ഒത്തുകൂടിയത്? മക്കക്കാരനല്ല, ഖുറൈശിയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമായ ഹാഷിമി ഗോത്രത്തിൽപ്പെട്ട ആളല്ല, ഒന്നുമല്ല. മറിച്ച് ദൂരനാടിൽ നിന്നുള്ള യമനിലുള്ള സുബൈദ് എന്ന പ്രദേശത്ത് നിന്ന് വന്ന ഒരു പരിചയമില്ലാത്തൊരു സാധാരണക്കാരന് വേണ്ടി സഹായം വാങ്ങിച്ചു കൊടുക്കാൻ, അവനെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ധിയിൽ പോയി പങ്കെടുത്തത്. അപ്പോൾ അത് നുബുവത്തിന് മുമ്പ് നടന്ന കാര്യമാണ്. സാധാരണ പല കാര്യങ്ങളെയും പോലെയും അത് പിന്നെ പരാമർശിക്കാതെ റസൂലുള്ളാഹിക്ക് വിടാമായിരുന്നു. പക്ഷേ ആ പെർട്ടിക്കുലർ സംഭവത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിക്കുകയും അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയും, അബ്ദുല്ലാഹി ഇബ്നു ജുദാൻ്റെ വീട്ടിലേക്ക് മുസ്ലിമായിരിക്കെയാണ് എന്നെ വിളിച്ചെങ്കിലും ഞാൻ പോകുമായിരുന്നു, അതിന് പകരം നിങ്ങൾ എനിക്ക് ചുവന്ന ഒട്ടകം തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ സമ്മതിക്കുമായിരുന്നില്ല എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ മറ്റൊരു അമലിൻ്റെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കണം. പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വേറൊരു അമലുണ്ട്. അത് നസ്റുൽ മദ്ലൂമാണ്, ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കുക എന്നതാണ്. പലപ്പോഴും നമ്മൾ അലംഭാവം കാണിക്കുന്ന, കെയർലെസ് ആക്കുന്ന, മൈൻഡ് ചെയ്യാതെ വിടുന്ന ഒരു കാര്യം. നമ്മൾ റോട്ടിലൂടെ പോകുന്നു, ഒരു പാവത്തിൻ്റെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി, ആ പാവം ബലഹീനനാണ്, കയ്യൂക്കില്ലാത്തവനാണ്, എതിർവശത്തുള്ളവൻ ആ നാട്ടുകാരനാണ്, എല്ലാവരും ആ പാവത്തിൻ്റെ മേലിലേക്ക് ഇടിച്ചു കയറി വരികയാണ്, അയാളെ ആക്ഷേപിക്കുന്നു, പിന്നെ ചീത്ത വിളിക്കുന്നു, ഈ പാവം ഇങ്ങനെ വിറച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് കണ്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഒന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അവിടെ ഇറങ്ങിയിട്ട് ഇതൊക്കെ വീഡിയോയിൽ പകർത്തും. അതല്ലെങ്കിലോ വെറുതെ വേലിക്കെട്ട് പിടിക്കാൻ നിൽക്കണ്ട, നമുക്ക് വേറെ തിരക്കുണ്ട്, ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയാൽ നമ്മളും കൂടി കുടുങ്ങിപ്പോവും എന്നൊരു ചിന്തയിൽ നമ്മൾ വാഹനം സ്പീഡിൽ ഓടിച്ചിട്ട് പോകും. ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവൻ അക്രമത്തിന് ഇരയായി നിൽക്കുന്നത് കാണുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ അവനെ ആ അക്രമത്തിൽ ഇങ്ങനെ അനുഭവിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തിട്ട് പോകാൻ സാധിക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പകാലത്തെ കൊണ്ടു നടന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണമായിരുന്നു പാവപ്പെട്ടവനെ സഹായിക്കുക എന്നുള്ളത്. അതിനുശേഷം മുസ്ലിം ആയതിനു ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്ര ഹദീസിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അന്ന് സഹാബാക്കൾ ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് ബൈഅത്ത് ചെയ്യുമ്പോൾ നബി തങ്ങളുടെ കൈ പിടിച്ചിട്ട് തൗഹീദിൽ ഷിർക്ക് ചെയ്യൂലാന്ന്, സിന ചെയ്യൂലാന്ന് എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ബൈഅത്ത് ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, വനസ്റുൽ മദ്ലൂം, നബിയെ മദ്ലൂമിനെ എവിടെ കണ്ടാലും അവനെ സഹായിക്കുമെന്ന് ഞാൻ അങ്ങയുടെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തു എന്ന് പറഞ്ഞാലായിരുന്നു അന്ന് ഇസ്ലാമിലേക്ക് അവർ കടന്നു വന്നിരുന്നത്. അത്രയും പ്രാധാന്യമുള്ള ഒരു അമലം. റസൂൽ മദ്ലൂം എന്ന് പറഞ്ഞാൽ റോട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരെ സഹായിക്കൽ മാത്രമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ചിലപ്പോൾ രാത്രി വീട്ടിൽ നമ്മൾ ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ ഭാര്യയുടെ കൂട്ടത്തിൽ കിടക്കുമ്പോൾ ഭാര്യ ചിലപ്പോൾ കുടുംബത്തിലെ പല കഥകളും പറയും. നമ്മുടെ കുടുംബത്തിൽ തന്നെ അബലരായ, പിന്നെ ബലഹീനരായ, ലൈഫത്തായ കുറേ സ്ത്രീകൾ, ഭർത്താക്കന്മാരുടെ പീഡനത്തിനിരയായി ജീവിക്കുന്നവരുടെ അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ വൈഫ് പറയും, ഇന്ന വീട്ടിൽ ഇന്നയാൾ ഇന്നും അടിച്ചു, ഇന്നും ചീത്ത പറഞ്ഞു, അവർ ഭയങ്കര കഷ്ടം, മക്കളെ കൊണ്ട് ഒറ്റക്ക് കഷ്ടപ്പെടുന്ന, അയാൾ തിന്നാൻ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഭാര്യമാർ നമ്മളോട് പറയും. നമ്മളിതൊക്കെ കേൾക്കും,
വൈകിട്ട് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് ഒരു കഥ കേട്ട് ആസ്വദിക്കുന്ന ലാഘവത്തോടുകൂടി അത് കേട്ട് അതിങ്ങനെ ആസ്വദിച്ച് നമ്മളതങ്ങ് വിടും. പിന്നെ പിറ്റേന്ന് പോയി നമ്മൾ ഇടപെടാനോ അതിനു വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കാനോ ആ അക്രമം അനുഭവിക്കുന്ന സ്ത്രീക്ക് വേണ്ടിയിട്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഏതുപോലെ ഇപ്പോൾ റസൂലുള്ളാഹിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, സുബൈദിയല്ലേ, മക്കക്കാരനല്ലല്ലോ, ഖുറൈശിയല്ലല്ലോ എന്നൊക്കെ റസൂലുള്ളാഹിക്ക് ചിന്തിക്കാം. അതുപോലെ നമുക്കും ചിന്തിക്കാൻ വേണമെങ്കിൽ. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ നിങ്ങളാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ റസൂൽ എങ്ങനെയാണോ അതുപോലെ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നസ്റുൽ മദ്ലൂം മസ്റ്റാണ്. മദ്ലൂമിനെ സഹായിക്കാനുള്ള ഒരു ത്വര, ഒരു മനസ്സ് നമുക്കുണ്ടാവണം. നമ്മൾ പോകണം. ആ സ്ത്രീയുടെ വിഷയത്തിൽ നമ്മൾ ആരും വിളിച്ചില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യണം. ആ ആക്രമണം അവിടെ നിർത്താനുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ കഴിവിലുണ്ടെങ്കിൽ നമ്മളത് പ്രയോഗിക്കുക ചെയ്യണം. ഒരു ഹദീസ് മാത്രം കേൾപ്പിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ഇംറിഇൻ മുസ്ലിമിൻ യഖ്ദുലു ഇംറഅൻ മുസ്ലിമൻ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ തഴയുകയാണ്, സഹായിക്കാതെ വിടുകയാണ്. ഏത് സന്ദർഭത്തിൽ? അവൻ്റെ പവിത്രതയെ ഹനിക്കപ്പെടുന്ന സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ അവൻ്റെ അഭിമാനത്തെ പിച്ചി ചീന്തുന്ന സന്ദർഭത്തിൽ അവനെ സഹായിക്കാതെ അവൻ അവിടെ ഇങ്ങനെ വിട്ടിട്ട് പോവുകയാണെങ്കിൽ ഇല്ലാ ഖദലഹുല്ലാഹു ഫീ മൗത്തിനിൻ യുഹിബ്ബു ഫീഹി നുസ്റത്തുഹു. തന്നെ അള്ളാഹു സ്നേഹിക്കണമെന്ന് അവൻ ഇഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവനെ തരം താഴ്ത്തുന്ന, ഇകഴ്ത്തുന്ന, ഇട്ടിട്ട് പോകുന്ന, അവർക്കിങ്ങനെ കളിക്കാൻ വേണ്ടി അള്ളാഹു ഇട്ട് കൊടുക്കുന്ന. അള്ളാഹു അക്ബർ. ഒന്നാലോചിച്ച് നോക്കിയേ, ഒരു മുസ്ലിമിൻ്റെ, അത് മാമിൻ ഇമ്രൈനും പിന്നെ തക്കീദോടു കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരു മുസ്ലിം അവൻ്റെ പവിത്രത ഹനിക്കപ്പെടുമ്പോൾ, അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കപ്പെടുമ്പോൾ, അങ്ങനെ അത് അത് ഓന് കുറച്ച് കിട്ടട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ, അതിൽ നമ്മൾ ഇടപെട്ടിട്ട് അതിനെ നിർത്താൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം വേണമെന്ന് നമ്മൾ അതിയായി ആഗ്രഹിക്കുന്ന പല സന്ദർഭങ്ങളിലും അള്ളാഹു നമ്മളെ സംരക്ഷിക്കാതെ കൈയൊഴിയുന്ന. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, ഇതേ ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിനെ സഹായിച്ചാൽ തന്നെ അള്ളാഹു സഹായിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സഹായിക്കുന്ന. ഞാൻ എൻ്റെ ഒരു സഹോദരൻ പച്ചക്ക് എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിതനായി കാണുമ്പം അയാളോടുള്ള മുഹബത്തിൻ്റെ പേരിൽ, എൻ്റെ സഹോദരനാണെന്നുള്ള പേരിൽ ഞാൻ അയാളെ രക്ഷിച്ചു എന്ന് വിചാരിക്കാം. ആ സീനിൽ നിന്ന് അയാളെ പതുക്കെ സ്കൂട്ടാക്കിയിട്ട് ഞാൻ കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഇയാൾ എന്നെ സഹായിക്കുമെന്നല്ല റസൂലുള്ള പറഞ്ഞത്. മറിച്ചോ, എനിക്ക് സഹായം വേണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്ന മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹു എന്നെ സഹായിക്കുന്നു. അള്ളാഹു അക്ബർ. അപ്പോൾ ചില്ലറക്കാരെയല്ല. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. നമുക്കിങ്ങനെ ഇടപെടാൻ പറ്റിയ വേണമെങ്കിൽ നമുക്ക് ഇടപെടാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒഴിവാക്കാം. എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ചില 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം, പെട്ടെന്ന് മനസ്സിലാക്കാം. നമ്മുടെ വോയിസിൻ്റെ ക്ലാസ്സിൽ ഓൾറെഡി നമ്മളത് പറഞ്ഞതാണ്. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തിട്ടുള്ള സ്ഥലം അത് ഒരു സഹോദരനാണ്, മുസ്ലിമിൻ്റെ ആണ്, ഗൾഫുകാരൻ്റെതാണ്. അപ്പോൾ ആ ഗൾഫുകാരൻ്റെ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരാൾ സ്ഥലം എടുത്ത്, ഈ മനുഷ്യൻ ഇവിടെ നാട്ടിലില്ല, വേറൊരാൾ സ്ഥലം എടുത്ത് അയാൾ അതിർത്തി കെട്ടുമ്പോൾ നമ്മുടെ ഈ അയൽവാസിയുടെ സ്ഥലത്തേക്ക് അയാൾ ഇങ്ങനെ കുറച്ച് കയറ്റി കെട്ടി. കാരണം ഇവിടെ ഇല്ലാത്ത ആളാണല്ലോ, പെട്ടെന്ന് ശ്രദ്ധിക്കൂലല്ലോ, ഗൾഫുകാരനല്ലോ എന്ന് വിചാരിച്ച് കയറ്റി കെട്ടി. നമ്മളിത് കാണുന്നുണ്ട്. ശരിക്കും ആ മനുഷ്യൻ കാണിക്കുന്ന അക്രമമാണ്. നമ്മുടെ ഒരു സഹോദരൻ്റെ സ്ഥലത്തേക്ക് കയറ്റി കെട്ടുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ നമുക്ക് ഇവിടെ ഇടപെട്ടിട്ട് ആ അക്രമത്തെ തടയാം, ആ സഹോദരനെ ഇൻഫോം ചെയ്തിട്ട് പെട്ടെന്ന് ഇടപെടാൻ പറയാം. അതല്ലെങ്കിലോ, ഞാനിതിനെപ്പോൾ ഇവനെ സഹായിക്കുന്ന, ഈ സ്ഥലം നോക്കാം, അവിടെ ഓരോന്നെ ഏൽപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൈയൊഴിയാം. രണ്ടും ചെയ്യാം. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഹെൽഫുൽ ഫുദൂൽ ശരിക്കും മനസ്സിലാക്കിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് അറിഞ്ഞ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളിനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് ആ മനുഷ്യനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കണം. ആ അക്രമത്തിന് നമ്മൾ തടയിടണം. അതേപോലെ വീട് പണി നടക്കുകയെന്ന് വിചാരിച്ചോ, വീട് പണിക്ക് വേണ്ടി ഒരു കോൺട്രാക്ടറെ ഈ സഹോദരനെ ഏൽപ്പിച്ചു. അയാൾ ഗൾഫിലാണ്. ആ കോൺട്രാക്ടർ ഇവിടെ പണി നടത്തുന്നതിൽ പല തട്ടിപ്പുകളും കാണിക്കുന്നു. ഇല്ലാത്ത സിമൻറ്റിൻ്റെ ബില്ലുണ്ടാക്കി പൈസ വാങ്ങിക്കുന്നു, ഇല്ലാത്ത കമ്പിയുടെ ബില്ല് കൊടുത്തിട്ട് പൈസ വാങ്ങിക്കുന്നു. അതേപോലെ തന്നെ സാധനങ്ങളൊന്നും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നില്ല, തേപ്പിനും മറ്റൊന്നും വെള്ളം അടിക്കുന്നു. ഇങ്ങനെ ഫുള്ള് കുളവാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അത് ഇടപെട്ടിട്ട് ആ അക്രമത്തെ പറ്റി, ആ ദുൽമിനെ പറ്റിയിട്ട് മുതലാളിയെ അറിയിക്കാം, നമ്മുടെ സഹോദരനെ അറിയിക്കാം. അതല്ലെങ്കിലോ, ഓൻ എന്നെ പണിയൊന്നും ഏൽപ്പിച്ചില്ലല്ലോ, ഞാനിവിടെ ഉണ്ടായിട്ടും വേറൊരു കോൺട്രാക്ടർക്കല്ലേ ഓൻ പണി കൊടുത്തത്, അങ്ങനെ ആണെങ്കിൽ കട്ടക്കട്ടെ, ഞാൻ അപ്പോഴേ പറഞ്ഞത് അവന് കൊടുക്കണ്ടാന്ന്, 2 പണി ഓനക്ക് കിട്ടട്ടെ, അവന് അനുഭവം വരുമ്പോൾ പഠിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഖദൽ, റസൂലുള്ളാഹി പറഞ്ഞ യഖ്ദുൽ, അവനെ കൈയൊഴിയാം. അവനങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് സഹിക്കാൻ വേണ്ടി അവനെ വിട്ടുകൊടുക്കാം. പക്ഷേ വിട്ടുകൊടുത്താൽ നമ്മൾ ആലോചിക്കേണ്ടത്, പിന്നീട് നമ്മൾ അള്ളാഹുവിൻ്റെ സഹായം വേണമെന്ന് ആശിക്കുന്ന സമയത്ത് അള്ളാഹു നമ്മളെ സഹായിക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു സഹോദരൻ മദ്ലൂമാണെങ്കിൽ, അവൻ അക്രമത്തിന് ഇരയാണെങ്കിൽ അവനെ നമ്മൾ സഹായിക്കാൻ വേണ്ടി തയ്യാറാണ്. പിന്നീട് കുറച്ചും കൂടി നമ്മൾ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസുർ അഖാക വാലിമൻ ഔ മദ്ലൂമ. നിൻ്റെ സഹോദരനെ നീ സഹായിക്കണം, അവൻ
ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും അല്ലെങ്കിൽ അവൻ അക്രമിയാണെങ്കിലും നീ അവനെ സഹായിക്കണമെന്ന് പറഞ്ഞു. സഹാബാക്കളൊക്കെ നെട്ടിപ്പോയി. പക്ഷേ റസൂലെ, ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കുന്നത് നമുക്ക് മനസ്സിലായി, പക്ഷേ ആക്രമിക്കുന്നവനെ ഞങ്ങളെങ്ങനെ സഹായിക്കുക? അവനെ പോയിട്ട് അക്രമത്തിൽ ഒന്നുകൂടി സഹായിക്കുകയാണോ? 2 ചാക്കാണോ അവന് മുക്കുന്നുണ്ടെങ്കിൽ നാളെ പോയിട്ട് അവന് 3 ചാക്ക് മുക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണോ വേണ്ടത്? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ സഹോദരൻ അക്രമിയാണെങ്കിൽ അവൻ്റെ കൈക്ക് പിടിച്ച് ആ അക്രമത്തിൽ നിന്ന് അവനെ മാറ്റലാണ് അവനോടുള്ള സഹായം. അവനെ നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ആക്രമിക്കപ്പെട്ടവനാണെങ്കിൽ അവനെ ആക്രമത്തിൽ സഹായിക്കുക, അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുക. അതേസമയത്ത് നമ്മുടെ സുഹൃത്തുക്കളിനി അക്രമിയുടെ കൂട്ടത്തിലാണെങ്കിൽ, മറ്റുള്ളവരോട് ദുൽമ് ചെയ്യുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ ആ ദുൽമിൽ നിന്ന് അവരെ പിടിച്ചു മാറ്റുക, ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കൊടുക്കുക, ആ തെറ്റിൽ നിന്ന് അവരെ വഴി മാറ്റുക. നമുക്ക് ഒരുപാട് പിന്നെ ഇങ്ങനെ സഹായിക്കാൻ പറ്റിയ സന്ദർഭങ്ങളുണ്ട്. ഒരാൾ പേപ്പർ വർക്കിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, പല സ്ഥലത്തുനിന്നും അയാൾക്ക് പിന്നെ അയാൾ അങ്ങോട്ട് തള്ളുന്നു ഇങ്ങോട്ട് തള്ളുന്നു. അപ്പോഴൊക്കെ നമുക്ക് അവിടെ പോയിട്ടൊക്കെ അങ്ങനെ നമ്മൾ ഓരോരോ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഓർമ്മ വരുമ്പോൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫുമായി നിങ്ങൾ തട്ടിച്ചു നോക്കുക. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല സന്ദർഭങ്ങളിലും ആക്രമിക്കപ്പെടുന്നവന് സഹായകമാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ആക്രമണം നിർത്താൻ പറ്റില്ല. ഒരു നിങ്ങളുടെ ഒരു കൂട്ടുകാരി ഭർത്താവിൽ നിന്ന് കഠിനമായ പീഡനങ്ങൾ ഇരയാകുന്നുണ്ട്. നിങ്ങൾക്ക് ഇടപെട്ടിട്ട് ആ പീഡനങ്ങൾ സ്റ്റോപ്പാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആ കൂട്ടുകാരിക്കൊരു ഒരു പിന്നെ സ്വാന്തനമായിക്കൊണ്ട് അവളുടെ കൂട്ടത്തിൽ നിന്ന് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ തലയൊന്ന് തലോടി അവൾക്ക് ഞാനുണ്ട് കൂടെ എന്നൊരു ചിന്ത പകർന്നു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതും ഒരു വലിയ സഹായമാണ്. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ 20-ാമത്തെ വയസ്സിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 25-ാമത്തെ വയസ്സ് ആയപ്പോഴേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായി. ആ ടേണിംഗ് പോയിൻ്റ് ഉണ്ടായി എന്ന് പറയുന്നത് ഞാനല്ല, പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞു. വവജദക ആയിലൻ ഫഅഗ്ന. നബിയെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങയെ കണ്ടെത്തിയത് ദരിദ്രനായിട്ടാണ്, എന്നിട്ട് അള്ളാഹു അങ്ങയെ ധനികനാക്കി എന്ന് പറയുന്നുണ്ട്. പിന്നെ പല തഫ്സീറിൻ്റെ പണ്ഡിതന്മാരും ഉദ്ധരിക്കുന്നത് പോലെ ധനികനാക്കി എന്ന് പറഞ്ഞാൽ ഖദീജ ബീവിയുമായിട്ടുള്ള കച്ചവട ബന്ധം തരപ്പെടുത്തി തരികയും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരു പ്ലാന് അങ്ങേക്ക് നടപ്പാക്കി തരികയും പിന്നീട് വിവാഹം വരെ അത് എത്തിക്കുകയും അങ്ങേക്ക് ദാരിദ്ര്യത്തിൽ നിന്നുള്ള ഒരു ചെറിയ രീതിയിലെങ്കിലുമുള്ള മോചനം അള്ളാഹു സാധ്യമാക്കുകയും ചെയ്തു. അങ്ങയുടെ ജീവിതത്തിൽ തന്നെ വളരെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു അത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മൊത്തത്തിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൻ്റെ സീരീസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻറ്റിനെ കുറിച്ചാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 25-ാമത്തെ വയസ്സിൽ ആദ്യം കല്യാണത്തിന് മുമ്പ് നമ്മൾ പറയേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതും ഷാമിലേക്ക് പോകുന്ന ഒരു യാത്രയെക്കുറിച്ചാണ്. അവിടെ നിന്നാണ് ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഷാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാകാം. എന്തിനായിരുന്നു ഷാമിലേക്ക് പോയത്? ഷാമിലെ യാത്രയ്ക്കുള്ള തുടക്കം ഒരു ദിവസം അബൂ താലിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന സന്ദർഭം മുതലാണ് ഷാമിലേക്കുള്ള യാത്രയുടെ കഥ തുടങ്ങുന്നത്. അബൂ താലിബ് വളരെ വിഷമത്തോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യബ്ന അഖീ, സഹോദരപുത്ര, അന റജുലുൻ ലാ മാലലി, എൻ്റെ അവസ്ഥ നീ കാണുന്നില്ലേ? എൻ്റെ കയ്യിൽ തീരെ സമ്പത്തില്ല. ഇപ്പോഴാണെങ്കിൽ വളരെ ശക്തമായ വളരെ ക്ഷാമമുള്ള ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിലാണ് നമ്മളുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് കച്ചവടവും ഇല്ല, വേറെ നമുക്ക് സൗകര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഒരു വലിയ കച്ചവട സംഘം അത് ഷാമിലേക്ക് പുറപ്പെടുന്നുണ്ട്. ആ കച്ചവട സംഘത്തിൻ്റെ കൂട്ടത്തിൽ ഖദീജ ബീവിയുടെ റളിയല്ലാഹു അൻഹ, ഖദീജയുടെയും സമ്പത്ത് ഇപ്രാവശ്യം പിന്നെ ഷാമിലേക്ക് പുറപ്പെടുന്നതാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ അന്നത്തെ പ്രത്യേകത, അവർക്ക് ഉപ്പ മരണപ്പെട്ടപ്പോൾ ഉപ്പയുടെ വറാസത്തായിട്ട് ഒരുപാട് സമ്പത്തുകൾ കിട്ടിയിരുന്നു. ആ സമ്പത്തുകളൊക്കെ അവർ ഒരുമിച്ച് കൂട്ടിയിട്ട് ഷാമിലേക്ക് ആളുകൾ പോകുന്ന സമയത്ത് ഏതെങ്കിലും ആണുങ്ങളുമായിട്ട് കരാറിൽ ഏർപ്പെട്ട് ആ സമ്പത്തുകൾ കൊടുത്തയക്കുമായിരുന്നു. അവരത് അവിടെ പോയി കച്ചവടം ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം ഈ ആണുങ്ങൾക്കും കൊടുക്കുമായിരുന്നു. അതിന് മുദാറബ എന്നാണ് സാധാരണ അറബി ഭാഷയിൽ പറയുക. മുദാറബ ചെയ്യുമായിരുന്നു അവർ. അപ്പോൾ അങ്ങനെ അവർ സമ്പത്ത് കൊടുത്തയച്ചിരുന്നു. പലപ്പോഴും പലരും ഈ ഖദീജ ബീവിയെ പറ്റിക്കുമായിരുന്നു. അപ്പോൾ അബൂ താലിബ് പറഞ്ഞ്, നിൻ്റെ സത്യസന്ധതയെക്കുറിച്ചും വിശ്വസ്തതയെക്കുറിച്ചും എന്തായാലും ഖദീജ കേട്ടിട്ടുണ്ടാവും. നീ പോയി ചോദിച്ചാൽ എന്തായാലും ഖദീജ റളിയല്ലാഹു അൻഹ നിന്നെ സ്വീകരിക്കുകയും നിന്നെ ഈ കച്ചവടത്തിന് വേണ്ടി അയക്കുകയും ചെയ്യും. അങ്ങനെ അയച്ചാൽ നമുക്കത് വലിയ ഉപകാരം ഉണ്ടാവും. പണ്ട് ഷാമിലേക്ക് പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നെ തടഞ്ഞിരുന്നു. കാരണം ബുഹൈറ റാഹിബ് മറ്റേ പുരോഹിതൻ പറഞ്ഞല്ലോ, ഇനി മേലെ ഷാമിലേക്ക് കൊണ്ടുപോകരുത്, അവിടുത്തെ ആളുകൾ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ചെറുപ്പകാലത്ത് നിന്നെ ഷാമിലേക്ക് പോകുന്നതിൽ നിന്ന് ഞാൻ തടഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം നീ അത്യാവശ്യം വലുതായി, സ്വന്തം സംരക്ഷിക്കാനുള്ള പ്രായത്തിലെത്തി. അതുകൊണ്ട് മോനെ, നീ പോകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
പറഞ്ഞു. ആര്? അബൂ താലിബ് പറഞ്ഞു. പക്ഷെ റസൂലുള്ളാഹിക്ക് ഒരു മടി അങ്ങോട്ട് ചെന്ന് പറയാൻ, എന്നെ കച്ചവടത്തിൽ കൂട്ടോ, എന്നെ ജോലിക്കാരനാക്കോ എന്നൊക്കെ പറയാൻ ഒരു സ്ത്രീയോട് പോയി ആവശ്യപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു നാണം അനുവദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലഅല്ലഹ തുർസിലു ഇലയ്യ ഫീ ദാലിക, അവരെന്നെ ചിലപ്പം ഇങ്ങോട്ടേക്ക് ഈ വിഷയത്തിൽ എൻ്റെ അടുക്കലേക്ക് ആളെ അയക്കാൻ സാധ്യത, നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം, അങ്ങോട്ടേക്ക് നമ്മളായിട്ട് എടുത്തു പോകണ്ട. അപ്പോൾ അബൂ താലിബ് പറഞ്ഞു, ഇന്നി അഖാഫു അൻ തുവല്ലിയ ഗൈറക് ഫതത്ലുബ അംറൻ മുദബ്ബറൻ, നിന്നല്ലാണ്ട് വേറൊരാളെ ഏൽപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് മുഹമ്മദെ. പിന്നെ നിൻ്റെ ചാൻസ് പോയിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല, പിന്നെ എല്ലാം തീരുമാനിക്കപ്പെട്ടതിന് ശേഷം പിന്നെ നീ അവരോട് പോയി ചോദിച്ചിട്ട് കാര്യമില്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞ് അബൂ താലിബും ഫഫ്തറഖ, അബൂ താലിബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിരിഞ്ഞു. ഈ സമയത്ത് തന്നെ ഖദീജ ബീവി ഒരാളെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. ഖദീജ ബീവി എന്ന് പറഞ്ഞാൽ ആരാ? അന്ന് ഖുറൈശികളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും പ്രതാപമുള്ള, ഏറ്റവും ഉയർന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന, ഏറ്റവും നല്ല സ്വഭാവമുള്ള, നല്ല സമ്പത്തിനുടമയായ, 2 വിവാഹം കഴിച്ച് അത് 2 ഒഴിഞ്ഞു നിൽക്കുന്ന, മക്കയിലെ പ്രമാണിമാർ മുഴുവനും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് എത്ര സമ്പത്തുകൾ വേണമെങ്കിലും ചെലവഴിക്കാൻ വേണ്ടി തയ്യാറായി കാത്തു നിൽക്കുന്ന ഒരു ഉന്നത കുലീനയായ സ്ത്രീയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയുടെ പരമ്പര തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് അവരുടെ മഹത്വം മനസ്സിലാവും. തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടിയാണെന്ന് മനസ്സിലാവും. ഖദീജ ബിൻതു ഖുവൈലിദ് ഇബ്നു അസദ് ഇബ്നു അബ്ദുൽ ഉസ്സ ഇബ്നു ഖുസൈ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരായിട്ട് ഖുസൈയിൽ ചെന്ന് ചേരുന്നത് അവരുടെ പരമ്പര. അത്രയും ഉയർന്ന പരമ്പര. പിന്നീട് അങ്ങോട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര എന്താണോ അത് തന്നെയാണ് ഇവരുടെയും പരമ്പര. നല്ല തനി ഖുറൈശി, തറവാട്ടിൽ പറഞ്ഞ ഖുറൈശിയായ ഉന്നത ഗുണമുള്ള, അന്നത്തെ മക്കയിൽ അവരോട് കടപിടിക്കാവുന്ന അത്രയും ഗുണങ്ങളുള്ള വേറൊരു സ്ത്രീയുമില്ല. മുഴുവൻ ആളുകളും എത്ര സമ്പത്ത് ചെലവഴിച്ചിട്ട് അവരെ വിവാഹം കഴിക്കാൻ ക്യൂവിൽ നിൽക്കുന്ന സമയമായിരുന്നു. അവരുടെ ഉമ്മയുടെ പേരെന്ന് അറിയാം. കിതാബിൽ വായിച്ചപ്പോൾ ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2 ആളുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയ 2 ആളുകൾ. അവരുടെ 2 പേരുടെയും പേര് നമ്മൾ എന്താ പറഞ്ഞത്? ഒന്ന് അബൂ താലിബിൻ്റെ ഭാര്യ, മറ്റൊന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ ഭാര്യ. 2 പേരുടെയും ഭാര്യമാരുടെ പേര് നമ്മൾ എന്താ പറഞ്ഞത്? ഫാത്തിമ ബിൻത്ത് അസദും ഫാത്തിമ ബിൻത്ത് അമ്രുമാണ്. ഖദീജ ബീവിയുടെ ഉമ്മയുടെ പേരെടുത്ത് നോക്കിയപ്പോൾ അപ്പോഴും അത്ഭുതപ്പെട്ടു പോയി. ഫാത്തിമ ബിൻത്ത് സഈദ ഇബ്നുൽ അസം ഇബ്നു റവാഹ ഇബ്നു ഹജർ ഇബ്നു അബ്ദ് ഇബ്നു മഈസ് ഇബ്നു ആമിർ ഇബ്നു ലുഅയ് ഇബ്നു ഗാലിബ് ഇബ്നു ഫിഹ്ർ ഇബ്നു ലുഅയ്, ഉമ്മയുടെ ലുഅയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഖദീജ ബീവിയുടെ ഉമ്മയുടെ പേരും ഫാത്തിമ എന്ന് തന്നെയാണ്. ഫാത്തിമ എന്ന പേര് എവിടെയൊക്കെ വരുന്നു എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും, ഓർമ്മിച്ചുക. പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവാതിരിക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള അറിവുകൾ, വിവരങ്ങൾ നമ്മളെപ്പോഴും ഓർമ്മിച്ചു വെക്കണം. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഖദീജ ബീവിക്ക് വിവരം കിട്ടി, ഇങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ ഒരാൾ മക്കയിലുണ്ട്, ഭയങ്കര സത്യസന്ധതയാണ്, ഭയങ്കര വിശ്വസ്തതയാണ്, ആൾക്കാർക്കൊക്കെ 1000 നാവാണ്, എന്ത് കാര്യങ്ങൾ ഏൽപ്പിച്ചാലും വിശ്വാസ്യതയോടുകൂടി അത് ചെയ്തു തീർക്കും, ഒരിക്കലും ആരെയും പറ്റിക്കൂല, വഞ്ചിക്കൂല എന്നൊക്കെയുള്ള വാർത്ത കിട്ടി. അതേ സമയത്ത് തന്നെ ഈ ചെറുപ്പക്കാരനോട് അയാളുടെ കൊച്ചാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാളുടെ കൊച്ചാപ്പ ഇങ്ങനെ കച്ചവടത്തിന് പോകാൻ വേണ്ടി, ഖദീജയുടെ സമ്പത്തുമായിട്ട് കച്ചവടത്തിന് പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു, തശ്കീലാക്കുന്നു എന്ന വാർത്തയും കൂടി ആരറിഞ്ഞു? ഖദീജ ബീവി അറിഞ്ഞു. അങ്ങനെ ഖദീജ ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളെ അയച്ച് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ കച്ചവടത്തിന് വേണ്ടി സാധനങ്ങൾ അയക്കുന്നുണ്ട്, എൻ്റെ കച്ചവട സാധനങ്ങളുമായി പോയി ഞാൻ പറയുന്ന ദൗത്യം നിർവഹിച്ചിട്ട് വന്നാൽ സാധാരണ ബാക്കിയുള്ള ആളുകൾ നിനക്ക് തരുന്ന ലാഭത്തെക്കാട്ടി ഇരട്ടി തരാം. എല്ലാവരും 10% അല്ലെങ്കിൽ 40% തരുന്നെങ്കിൽ, അല്ല 10% തരുന്നെങ്കിൽ ഞാൻ 20 തരാം, എല്ലാവരും 20% തരുന്നെങ്കിൽ ഞാൻ 40% വരെ ലാഭം തരാം, അപ്പോൾ ഇരട്ടി ഞാൻ നിനക്ക് തരാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാഗ്ദാനം ചെയ്യുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിക്കുകയും ചെയ്യും. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഖദീജ ബീവി നബി തങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു. കാരണം റസൂലിൻ്റെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും വെറുതെ ആക്കൂല. അള്ളാഹിൻ്റെ ഹബീബല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മകന് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, അവരൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ നമ്മളത് ചെയ്തു കൊടുക്കൂലേ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അള്ളാഹു ഈ ഭൂമിയെ സൃഷ്ടിച്ച് തന്നെ ആ പ്രവാചകന് വേണ്ടിയിട്ടാണ് പല ആയത്തുകളും നമുക്ക് കാണാൻ പറ്റും. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ആഗ്രഹം, അങ്ങോട്ട് പോകാനൊരു മടി, ഇങ്ങോട്ട് വരട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അത് വെറും വാക്കായിരുന്നു, പക്ഷേ അത് ആര് ശ്രദ്ധിച്ചു? അള്ളാഹു ശ്രദ്ധിച്ചു. അള്ളാഹു ആ രീതിയിൽ തന്നെ പ്ലാൻ ആക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഖദീജ ബീവിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഇനി അങ്ങോട്ടുള്ള കാര്യം നിങ്ങൾ കണ്ണടച്ച് മക്കത്തേക്ക് പോയിട്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കോളാം. ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന മാത്രമാണ്, നിങ്ങൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ അബൂ താലിബിൻ്റെ അടുക്കലേക്ക് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അബൂ താലിബ്, ഇന്ന ഹാദാ ലറിസ്ഖുൻ സാഖഹുല്ലാഹു ഇലൈക്, ഇത് അള്ളാഹു നിനക്ക് കൊണ്ടു തന്ന റിസ്ക്കാ മോനെ, ഇത് നന്നായിട്ട് നീ ഉപയോഗപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. കൂട്ടത്തിൽ മൈസറ എന്ന് പറഞ്ഞ ഖദീജ ബീവിയുടെ ഒരു അടിമയും ഉണ്ടായിരുന്നു.
ആ അടിമയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെട്ടു. ഷാമിലേക്ക് എത്തി. ഷാമിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പട്ടണത്തിൽ അവർ ഇറങ്ങി താമസിച്ചു. പണ്ട് ബുസ്ര എന്ന പട്ടണത്തിൽ ഇറങ്ങി താമസിച്ചപ്പോൾ ബഹീറ എന്നൊരു പുരോഹിതൻ്റെ അടുക്കലാണ് ഇവർ ഇറങ്ങി താമസിച്ചതെങ്കിൽ ഇപ്രാവശ്യം നുസ്തൂർ എന്ന പേരുള്ള, ഓർമ്മ വെക്കണേ, നുസ്തൂർ, നൂന് സീന് ത്വാ വാവ് റാ, നുസ്തൂർ എന്ന പേരുള്ള ഒരു പുരോഹിതൻ്റെ മഠത്തിൻ്റെ അടുക്കലാണ് ഇവർ താമസിച്ചത്. മൈസറക്ക് ആ പുരോഹിതനെ പരിചയം ഉണ്ടായിരുന്നു. ഈ നുസ്തൂർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മൈസറയും വന്നിട്ട് ആ മരത്തിൻ്റെ കീഴിൽ വിശ്രമിച്ചപ്പം പെട്ടെന്ന് ചാടി പുറത്തേക്ക് വന്നു. മൈസറെ പരിചയമുള്ളതുകൊണ്ട് നുസ്തൂർ ചോദിച്ചു, യാ മൈസറ മൻ ഹാദല്ലദീ നസല തഹ്ത ഹാദിഹി ഷജറ, ഈ മരത്തിൻ്റെ കീഴിൽ ഈ ഇറങ്ങി വന്നിരിക്കുന്നവൻ ആരാണ് മൈസറ എന്ന് ചോദിച്ചു. മൈസറ പറഞ്ഞു, റജുലുൻ മിൻ ഖുറൈശ് മിൻ അഹ്ലിൽ ഹറം, ഹറമിൻ്റെ അഹ്ലുകാരിൽപ്പെട്ട ഖുറൈശികളിൽ ഒരു സാധാരണക്കാരനാണ്. ഫഖാല ലഹു റഈബ് മാ നസല തഹ്ത ഹാദിഹി ഷജറതി ഇല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മരത്തിൻ്റെ താഴെ ഇറങ്ങി വന്ന് വിശ്രമിക്കുന്നത് ഒരു നബി അല്ലാതെ വേറൊരാളും വിശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഒരു നബി വന്ന് ഇവിടെ വിശ്രമിക്കുമെന്ന് ഞങ്ങളുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചു, ഫി ഐനൈഹി ഹുംറ, ഒരു പ്രത്യേക അടയാളം അവരുടെ കിതാബിൽ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ ഒരു പ്രത്യേക അടയാളം, കണ്ണിൻ്റെ ഉള്ളിലുള്ള ഒരു ചുവപ്പ് വർണ്ണം, അത് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു മൈസറോട്. മൈസറ പറഞ്ഞു, നഅം ലാ തുഫാരിഖു, അത് എപ്പോഴും ഉണ്ടാവും, ഒരിക്കലും നബി തങ്ങളെ വിട്ടു പോകാറില്ല. അയാൾ സന്തോഷത്തോടുകൂടി പറഞ്ഞു, ഹുവ 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 ആഖിറുൽ അംബിയ, ഹുവ ഹുവ ഹുവ, അതെ 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 അതെ, ഇവൻ തന്നെയാണ്, ഇവർ തന്നെയാണ് ഹുവ ആഖിറുൽ അംബിയ, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തവരാണ് ഇവർ. വയാ ലൈത അന്നീ ഉദ്രികുഹു ഹീന യുഅ്മറു ബിൽ ഖുറൂജ്, ഈ പാവപ്പെട്ട മനുഷ്യനെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന, ഹിജറക്ക് പോകേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എനിക്കും ജീവിച്ചിരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ കൊടുത്ത് വേണമെങ്കിലും ഈ മഹാമനുഷ്യനെ, മഹാനവറുകളെ ഞാൻ സഹായിക്കുമായിരുന്നു എന്ന് റാഹിബ് പറഞ്ഞു, നുസ്തൂർ പറഞ്ഞു. ഇത് മൈസറയുടെ മനസ്സിൽ തട്ടി. മൈസർ ഇത് മനസ്സിൽ കുറിച്ചു വെച്ചു, ഓർമ്മിച്ചു വെച്ചു. അവർ യാത്ര പിന്നെയും തുടർന്നു. അവിടെ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുമായിട്ട് കച്ചവടം നടത്തിയപ്പം അയാൾ നാളെ തരാം, ഇന്ന വിലക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ള ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെ നീ പറയുന്നത് സത്യമാണെങ്കിൽ, റസൂലുള്ള മക്കക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ മക്കക്കാരുടെ രീതി വെച്ചിട്ട് പറഞ്ഞു, നീ ലാത്തയും ഉസ്സയും പിടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞു. അവർ ക്രിസ്ത്യാനികളാണ്. ലാത്തയും ഉസ്സയും പിടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും ലാത്തയും ഉസ്സയും പിടിച്ച് സത്യം ചെയ്യും, അവരെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്, അവരെ കണ്ടാൽ ഞാൻ സാധാരണ പിന്തിരിഞ്ഞ് നടക്കാറാണ് പതിവ്, അതുകൊണ്ട് ഞാൻ ലാത്തയും ഉസ്സയും പിടിച്ച് സത്യം ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഒന്നുകൂടി വിശ്വാസമായിട്ട് അയാൾ ആ സമ്പത്തൊക്കെ കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഇതും മൈസറ കണ്ടു. ചരിത്രകാരന്മാർ പറയുന്നു, ആ യാത്രയിൽ പിന്നീട് മൈസറ ശ്രദ്ധിച്ച കുറച്ച് പ്രത്യേക കാര്യങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെ സമയത്ത്, ഉച്ച സമയത്ത് അല്ലെങ്കിൽ വെയിൽ കഠിനമാകുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തണലൊന്നും ഇല്ലാത്ത സ്ഥലത്തു കൂടി നടന്നു പോകുന്നു, അപ്പോഴൊക്കെ ചില റിവായത്തുകളിൽ 2 മലക്കുകൾ ഇങ്ങനെ തണൽ വിരിക്കുന്നതായിട്ട് മൈസറ കണ്ടു, അല്ലെങ്കിൽ മേഘങ്ങൾ ഇങ്ങനെ തണൽ വിരിക്കുന്നതായിട്ട് മൈസറ കണ്ടു എന്ന്. അങ്ങനെയുള്ള കുറേ അത്ഭുതങ്ങൾ, അമാനുഷികമായ പല അത്ഭുതങ്ങളും മൈസറ കണ്ടു. അതിനേക്കാൾ മൈസറയെ സ്വാധീനിച്ചത് ആ ഹബീബിൻ്റെ സ്വഭാവങ്ങളായിരുന്നു, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിൽ കാണാം, വകാന അല്ലാഹു അസ്സ വജല്ല അൽഖാ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഹബ്ബത മിൻ മൈസറ ഫകാന കഅന്നഹു അബ്ദുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരുടെയും മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മുഹബ്ബത്ത് വന്നു എന്നാണ്. കാരണം ആരുടെ കൂടെ യാത്ര ചെയ്യുന്ന മൈസറ, എനിക്ക് മൈസറയോട് ചിലപ്പോൾ അസൂയ തോന്നിപ്പോകാറുണ്ട്. കാരണം ചിലപ്പോൾ ചില വലിയ വലിയ ആളുകളോട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ദൂരെ യാത്ര ചെയ്യാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. മൈസറക്ക് എന്ത് ഭാഗ്യം കിട്ടിയ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൈസറയുടെ പേര് പിന്നീട് എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നബി ചരിത്രത്തിൽ. ഇന്ന് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൈസറ പറയാം. ഇനി അങ്ങോട്ട് മൈസറയുടെ ഒരു ചരിത്രവും ഇല്ല. മൈസറ പിന്നീട് മുസ്ലിമായ ഒന്നുമില്ല, അതിനു മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ടാവണം, അതുകൊണ്ടായിരിക്കണം റിവായത്തുകൾ അദ്ദേഹത്തിൻ്റെ പേര് വരാത്തത്. പക്ഷേ മൈസറ ചെയ്ത് തീർത്തൊരു വലിയ ദൗത്യമുണ്ട്. കാരണം പിന്നീട് അങ്ങോട്ട് നമ്മൾ പറയാൻ പോകുന്ന ഖദീജ ബീവിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലവുമായി തമ്മിലുള്ള നമ്മളെന്നും രസം കൊള്ളിക്കുന്ന, നമ്മുടെ കണ്ണ് നിറക്കുന്ന, നമ്മുടെ മനസ്സിനെ അങ്ങേയറ്റം ആനന്ദിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, ചരിത്രങ്ങൾ നമ്മളിങ്ങനെ പറയാൻ പോകുന്നുണ്ട്. ഈ സംഭവങ്ങൾക്കെല്ലാം കാരണക്കാരായത്, ഈ ഖദീജ ബീവിയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുപ്പിക്കാൻ ഒരു പരിധി വരെയെങ്കിലും സബബായി മാറിയത് ഈ മൈസറയായിരുന്നു. മൈസറ പോയിട്ട് കണ്ട കാര്യങ്ങൾ
അപ്പടി ഖദീജ ബീവിയോട് പറഞ്ഞപ്പോഴാണ് ഖദീജ ബീവിക്കുള്ളിൽ പ്രണയം ഉദിക്കുന്നത്, സ്നേഹമുണ്ടാകുന്നത്, കല്യാണം കഴിക്കണമെന്ന് പൂതിയാകുന്നത്. അപ്പോൾ മൈസറ എന്ന് പറഞ്ഞാൽ ആരോരും അറിയപ്പെടാത്തവരാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചപ്പോൾ ചരിത്രത്തിൽ തന്നെ വലിയൊരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ നമ്മളും എനിക്ക് വലിയ ഡിഗ്രി ഒന്നുമില്ല, എനിക്ക് വലിയ കഴിവൊന്നും എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ നീയത്ത് ശരിയാണെങ്കിൽ, ദീനിനെ സേവിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ഉപയോഗപ്പെടുത്തും. വലിയ വലിയ ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേരും ഊരും ഒന്നും ഇല്ലാത്ത നമ്മളെ ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തഅമലഹു എന്ന ഹദീസിൽ വരുന്നുണ്ട്, ഉപയോഗിക്കും. അങ്ങനെ അള്ളാഹു അങ്ങാണം ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ പിന്നെ നമ്മുടെ ലൈഫ് അങ്ങ് മാറും, നമ്മുടെ ലൈഫ് വേറെ ലെവലിലെത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നമ്മളെയും കബൂലാക്കുമാറാകട്ടെ. അപ്പോൾ മൈസറ ഇതൊക്കെ കാണുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, നബി തങ്ങളുടെ താഴ്മ, ഒരടിമയായ തന്നോട് കാണിക്കുന്ന പ്രവർത്തന മര്യാദ, അതൊക്കെ കാണുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കും, മൈസറ ആ സുഗന്ധം അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ സുഗന്ധത്തെക്കുറിച്ച് സഹാബാക്കൾ പറയുന്നുണ്ടല്ലോ, അത് ആസ്വദിച്ചിട്ടുണ്ടാവണം. സൗന്ദര്യം ശരിക്കും അടുത്തറിഞ്ഞിട്ടുണ്ടാകണം. യാത്രയിലാണല്ലോ ഒരു മനുഷ്യൻ്റെ എല്ലാ ഭാഗങ്ങളും അല്ലെങ്കിൽ എല്ലാ സ്വഭാവങ്ങളും മറ്റൊരുത്തന് മനസ്സിലാകുക. ആ യാത്രയിലായിരുന്നിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ മൈസറയുടെ മനസ്സിൽ നന്നായി തറച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറയാൻ വിട്ടുപോയി, യാത്രക്ക് പുറപ്പെടുന്ന ഒരു രംഗം അതൊക്കെ നമ്മൾ മനസ്സിൽ കാണണം കേട്ടോ. ചരിത്രത്തിൽ പറയുന്നുണ്ട്, 25 വയസ്സായി, മുമ്പൊരു ഭീഷണി ഷാമിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ റിസ്ക് എടുത്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതും ഷാമിലേക്ക് പോകുന്നത്. അപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ യാത്ര പുറപ്പെടാൻ വേണ്ടി പോകുമ്പോൾ നബി തങ്ങളുടെ മുഴുവൻ കൊച്ചാപ്പന്മാരും പുറത്തിറങ്ങി വന്നു എന്നാണ്. അബൂലഹബ് ഉണ്ട്, അബൂ താലിബ് ഉണ്ട്, ഹംസ ഉണ്ട്, സുബൈർ ഉണ്ട്, ഇപ്പറഞ്ഞ എല്ലാവരും ഓടി വന്നിട്ട് ഈ പോകുന്ന ഓരോ സംഘത്തോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചുകൊണ്ട് വസിയത്ത് ചെയ്യുമായിരുന്നു. ഓരോരുത്തരും, ഞങ്ങളുടെ മോനാണ്, 25 വയസ്സുണ്ട്, നല്ല യുവാവാണ്, പക്ഷേ ഒരു ചെറിയ കുട്ടിയെ പരിഗണിക്കുന്നത് പോലെ, ഞങ്ങളുടെ മോനാണ്, നോക്കിയേക്കണേ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഇടപെട്ടേക്കണേ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും യൂസി എന്ന എല്ലാവരും ഓരോരുത്തരും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പോകുന്ന സംഘത്തോട് പ്രത്യേകം വസിയത്ത്. അത്രക്കും സ്നേഹമായിരുന്നു നബിതങ്ങളുടെ കൊച്ചാപ്പന്മാർക്ക് നബിതങ്ങളോട്. അബൂലഹബൊക്കെ പിന്നെയാണ് മാറുന്നത് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവനായിരുന്നു അബൂലഹബിന് വരെ. പിന്നെ അസൂയയും കുശുമ്പും അഹങ്കാരമൊക്കെ കൊണ്ടാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാൻ കഴിയാതെ നബി തങ്ങളുടെ ശത്രുവായി മാറുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവർ തിരിച്ചെത്തുന്ന സമയത്ത് മർറുൽ ലഹ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ റസൂലുള്ള കുറച്ച് മുന്നേ പോയി, മൈസറ കുറച്ച് പിന്നിലായി. അപ്പോൾ മക്കയിലേക്ക് പ്രവേശിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു, ആ രംഗമൊക്കെ മനസ്സിൽ കാണണേ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ വീട്ടിൻ്റെ ഉയർന്ന ഒരു റൂമിൽ, ബാൽക്കണി എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നില്ലേ, മേലത്തെ ബാൽക്കണിയിൽ തൻ്റെ കുറച്ച് പെൺ സുഹൃത്തുക്കളുമായി നിൽക്കുന്ന സമയത്താണ് ഉച്ച സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ അതിർത്തി കടന്ന് ഇങ്ങനെ വരുന്നത്, വീടുകളുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്നത്. ദൂരെ നിന്ന് ഖദീജ ബീവി ആ കാഴ്ച കാണുന്നുണ്ട്. ആ കാഴ്ച കാണുന്ന രംഗം നിങ്ങൾ തന്നെ സങ്കല്പിച്ചു, എനിക്ക് വിവരിക്കാൻ വാക്കുകളില്ല. കാരണം 2 മലക്കുകൾ ഇങ്ങനെ തണൽ വിരിച്ചുകൊണ്ടാണ് വരുന്നത്. ആ സൗന്ദര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബാക്കൾ വിവരിച്ച സൗന്ദര്യം, കഅന്ന ശംസ തജ്രി ഫീ വജ്ഹി, നബിതങ്ങളുടെ മുഖത്തൊരു സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. 14 രാവിൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനേക്കാൾ സൗന്ദര്യമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഖദീജ ബീവി എന്നൊരു പെണ്ണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രീതിയിൽ കാണുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇങ്ങനെ കടന്നു വന്നു, നേരെ ഖദീജ ബീവിയുടെ അടുക്കലേക്ക് എത്തി. എന്നിട്ട് കാര്യങ്ങളൊക്കെ ഖദീജ ബീവിയെ ധരിപ്പിച്ചു. പിന്നെ തനിക്ക് കിട്ടിയ കണക്കുകൾ മുഴുവനും ഒരു തട്ടിപ്പും ഒരു വെട്ടിപ്പും നടത്താതെ, ഒരു മാറ്റിത്തിരുത്തലുകളും നടത്താതെ എല്ലാം ഖദീജ ബീവിയുടെ മുന്നിൽ വന്നിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ ഖദീജ ബീവിക്ക് ഭയങ്കര ഇമ്പ്രഷനായി. ഇത്രയും, കാരണം ഖദീജ എന്ന് പറഞ്ഞാൽ പാവമാണ്, പെണ്ണാണ്, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ തട്ടിപ്പാക്കിയാൽ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തട്ടിപ്പൊന്നും ആക്കിയില്ല. എന്ന് മാത്രമല്ല, ഖദീജ ബീവി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മക്കയിൽ കൊണ്ടുപോയി കച്ചവടം നടത്തിയപ്പം ലാഭവും ഭയങ്കര ലാഭം, ഒരിക്കലും കിട്ടാത്ത ലാഭം. അപ്പോൾ ലാഭത്തിലുള്ള ബറക്കത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റസൂൽ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല. നമ്മുടെ റസൂലിനെ കുറിച്ച് ഓരോ പ്രാവശ്യം പറയുമ്പോഴും നമുക്ക് ബഹുമാനം വരിക, ആദരവ് വരിക, മുഹബ്ബത്ത് കൂടുക. റസൂലിനെ തൊട്ടതെല്ലാം പൊന്നായി മാറുക. ഖദീജ ബീവിയുടെ കച്ചവടത്തിൽ ഇടപെട്ടു. ആ കച്ചവടം കൊണ്ടുവന്ന് മക്കത്തേക്ക് നോക്കുമ്പോൾ ഖദീജ ബീവിക്ക് ഒരിക്കലും കിട്ടാത്ത ലാഭം കിട്ടുക. മൈസറ ഓടി ഖദീജ ബീവിയുടെ അടുക്കിലേക്ക് വന്നിട്ട് പറയാം, യാ ഖദീജ, എന്താ ഞാൻ കണ്ടത്, മൈസറക്ക് പിന്നെ കരകര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചിലപ്പോൾ ചില ടൂറൊക്കെ പോയിട്ട്, നമ്മുടെ ഭാര്യമാർ മാത്രം ടൂറൊക്കെ പോയി തിരിച്ചു വന്നാൽ അത് നല്ല ടൂറാണെങ്കിൽ പിന്നെ 2-3 ദിവസത്തേക്ക് നമുക്ക് രാത്രി ഉറക്കണ്ടാവില്ല. കരകര അതിനെക്കുറിച്ച് അതാണ് ഇതാണ് മറ്റേ കുറേ പറയാനുണ്ടാവും അല്ലേ. അതേപോലെ മൈസറ പിന്നെ 2-3 ദിവസം ഖദീജ ബീവിയോട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മാത്രമേ, നബി തങ്ങളുടെ ഇരുത്തം, നടത്തം, സ്വഭാവം, നുസ്തൂറിനെ കണ്ടത്, അതിനുശേഷം ലാത്ത് വൽ
ഉസ്സയോട് സത്യം ചെയ്യാൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും A to Z ഖദീജ ബീവിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് മൈസറ പറഞ്ഞു കൊടുത്തു. ഈ സമയത്താണ് ഖദീജ ബീവിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിലായി. അതിന് മുമ്പ് 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ആരൊക്കെയാണ് വിവാഹം കഴിച്ചത്, അതിൽ എത്ര മക്കളുണ്ടായിരുന്നു എന്നൊക്കെ കുറച്ച് നോക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ചുരുക്കി പറഞ്ഞാൽ അതിന് മുമ്പ് 2 വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു മക്കയിലുള്ള പ്രമാണിമാരിൽ ഓരോരുത്തരും എത്ര പൈസ വേണമെങ്കിലും ചിലവാക്കിയിട്ട് ഖദീജ ബീവിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന കാലഘട്ടമാണ്. കാരണം അങ്ങനെ ഒരു സ്ത്രീ മക്കത്ത് വേറെ കിട്ടാനില്ലായിരുന്നു. ഈ സമയത്താണ് ഖദീജ ബീവിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ആഗ്രഹം, ഇഷ്ടം തോന്നുന്നു, പ്രണയം തോന്നുന്നത്. പ്രണയം തോന്നിയപാട് ഖദീജ ബീവി എന്താ ചെയ്തത്? വാട്സപ്പ് ചാറ്റ് ലിസ്റ്റിലേക്ക് പേര് ആഡ് ചെയ്തു. പിന്നെ ആദ്യം ഒരു ഹായ് അയച്ചു, പിന്നെ ഒരു സ്മൈലി അയച്ചു, പിന്നെ ചെറുങ്ങനെ ഫ്രണ്ടാക്കി, പിന്നെ ബെസ്റ്റിയാക്കി, പിന്നെ ചങ്കത്തിയാക്കി. അങ്ങനെയൊക്കെയാണോ ചെയ്തത്? അങ്ങനെയൊന്നുമല്ല ചെയ്തത്. നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ, പ്രണയം തോന്നിയാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യം ഹറാമായ ബന്ധങ്ങളിലൊന്നും പെടാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. അഥവാ നമ്മളെ കുടുംബത്തിനകത്ത് ആരെങ്കിലും ഒരു ബന്ധത്തിൽ അങ്ങനെ ഏർപ്പെട്ടു പോയാൽ പിന്നെ ഖദീജ ബീവി ചെയ്ത ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നേരിട്ട് പോയിട്ട് കല്യാണം ആലോചിച്ച് കല്യാണം കഴിക്കുക എന്നല്ലാതെ അതിന് വേറൊരു പരിഹാരം ഇല്ല. നമ്മുടെ കുടുംബത്തിലെങ്ങാനും ഒരു ചെറുക്കനും ഒരു പെണ്ണും പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഹദീസും ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. ഒരു ചെറുക്കനും ഒരു പെണ്ണും നമ്മൾ ഇഷ്ടത്തിലായി എന്ന് വിചാരിക്കാം. നമ്മൾ അങ്ങനെയുള്ള ഹറാമായ റിലേഷൻഷിപ്പിലേക്ക് അവർ പോകാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും മുൻകരുതലുകളും ആദ്യം എടുത്തു വെക്കണം. അതിനുള്ള തർബിയത്ത് നമുക്ക് കൊടുക്കണം. അങ്ങനെ പോയാലുള്ള പ്ലസ്സും മൈനസും ഒക്കെ നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിൻ്റെ അപകടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടും അവസാനം അവരൊരു പ്രണയത്തിൽ കുടുങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. എന്നിട്ട് അതിനുശേഷം അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നതിൽ ശർഈയായ രീതിയിൽ ഒരു എതിർപ്പുമില്ല. ഇനി വേറെ മതമായി പോയാലൊന്നും നടക്കില്ല. അതല്ലാതെ ശർഈയായ രീതിയിൽ വേറെ എതിർപ്പൊന്നും ഇല്ല എങ്കിൽ പിന്നെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റിയത് ഖദീജ ബീവി ചെയ്ത കാര്യമാണ്. അവരെ തമ്മിൽ വിവാഹം ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. പിന്നെ നമ്മുടെ സ്റ്റാറ്റസ് നോക്കിയിട്ടോ കുഫു നോക്കിയിട്ടോ നമ്മുടെ അഹങ്കാരം നോക്കിയിട്ടോ നമ്മുടെ ഈഗോ നോക്കിയിട്ടോ നമ്മളവിടെ കളിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് ചെന്നെത്തിക്കുകയും ചെയ്യും. അവരെ ഹറാമിലേക്ക് അത് അവിടെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. വലിയ മറ്റുള്ള ഫിത്നകളിലേക്ക് അവരെ കൊണ്ട്. അപ്പം പ്രണയം യഥാർത്ഥമാണെങ്കിൽ അവർ രണ്ടുപേരുടെയും മനസ്സ് ഇണങ്ങിപ്പോയെങ്കിൽ പിന്നെ അവരെ വിവാഹം ചെയ്യിപ്പിക്കുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. ഇത് ഞാൻ പറയുന്നതല്ല, മറിച്ചോ ഇബ്നു മാജ റഹിമഹുല്ല ഇബ്നു മാജ റഹിമഹുല്ല പറഞ്ഞ ഒരു ഹദീസ്, ആ ഹദീസിൽ സാധാരണഗതിയിൽ ഹദീസിനെ സഹീഹാക്കുന്ന, അല്ലാതെ പിന്നെ ഇബ്നു മാജ റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസ് സാധാരണഗതിയിൽ ഹദീസ് സഹീഹാക്കുന്നതിൽ ഭയങ്കര കണിശത പുലർത്തുന്ന, കുറച്ച് കാഠിന്യം കാണിക്കുന്ന ആധുനിക പണ്ഡിതന്മാർ പലരും സഹീഹാക്കിയ ഹദീസ്, നിങ്ങൾക്ക് ഇനി ലൈഫ എന്ന് പറഞ്ഞിട്ട് തള്ളാൻ പറ്റൂല, സഹീഹാക്കിയ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം യുറ ലിൽ മുതഹബ്ബീന മിസ്ലു നിക്കാഹ്, പരസ്പരം പ്രണയത്തിലായിപ്പോയവർക്ക് നിക്കാഹിനെ പോലെയുള്ള ഒരു മരുന്ന് ഞാൻ വേറെ കണ്ടിട്ടില്ല. മറ്റൊരു ഹദീസിൽ മാ റഅയ്തു ലിൽ മുതഹബ്ബൈനി മിസ്ല നിക്കാഹ്, രണ്ട് പരസ്പരം സ്നേഹിക്കുന്ന ആൾക്ക് നിക്കാഹ് പോലെ മറ്റൊന്നിനെയും ഞാൻ കാണുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൽബ് അങ്ങോട്ട് കൂടിപ്പോയാൽ, പണ്ട് നമ്മുടെ വാപ്പ ഒരു മധ്യസ്ഥത്തിന് പോയി, ഒരു ചെറുപ്പക്കാരന് ഒരു പെണ്ണിനോട് ഭയങ്കര ഇഷ്ടമായി, പക്ഷേ ഈ കുടുംബത്തിന് അത് അംഗീകരിച്ചു കൊടുക്കാനേ പറ്റില്ല. അവരുടെ സ്റ്റാറ്റസ്, ഈഗോ, വേറെ കുഴപ്പമൊന്നുമില്ല, മുസ്ലിമാണ്, നല്ല ദീനാണൊക്കെ ഉണ്ട്, പക്ഷേ അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ, കുടുംബം വെക്കുക എന്ന് പറയുക. അപ്പോൾ വാപ്പയുടെ പിന്നെ ദൗത്യം എന്ന് പറഞ്ഞാൽ അവിടെ പോവുക, അവരുമായിട്ട് കണ്ട് സംസാരിക്കുക, ഈ ചെറുക്കൻ്റെ മനസ്സ് മാറ്റുക, ഈ കല്യാണം നടത്താതിരിക്കുക, അതാണ് ആ പ്രണയത്തിൽ നിന്ന് ആ ചെറുക്കനെ പിന്തിരിപ്പിക്കുക. അപ്പോൾ ഏതായാലും അവർ ഏൽപ്പിച്ച ഉത്തരവാദിത്തമായിട്ട് വാപ്പ പോയി സംസാരിച്ചു. കുറേ നേരം സംസാരിച്ചു. അപ്പോൾ അവനോട് പറഞ്ഞു, മോനെ നീ ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ടില്ലേ, ആ വീട് നീ കണ്ടിട്ടില്ലേ, ഇപ്പം തന്നെ നിനക്കൊരു ബൈക്ക് ഉണ്ട്, ആ ബൈക്ക് പോലും ഇപ്പം കയറില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നിനക്ക് കാറും എടുക്കേണ്ടതല്ലേ, ഒരു ബൈക്ക് പോലും കൊണ്ടുപോയി കയറാൻ കഴിയാത്ത, അത്രയും വഴി പോലും ഇല്ലാത്തൊരു വീട്ടിലേക്ക് നീ എന്തിനാ വെറുതെ കല്യാണം ആലോചിച്ചിട്ട് പോകുന്നത്, അങ്ങനത്തെ ഒരു ബന്ധം നമുക്ക് വേണ്ടാലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പാവം ചെറുപ്പക്കാരൻ ഉസ്താദിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിസ്സഹായനായിട്ട് പറഞ്ഞു, ഉസ്താദേ, ബൈക്ക് കയറൂലെങ്കിലും അതിന് മുമ്പ് എൻ്റെ കൽബ് ഓൾറെഡി അവിടെ കയറിക്കഴിഞ്ഞു. ഇനി ബൈക്ക് കയറിയാലെന്ത്, കാറ് കയറിയില്ലെങ്കിലെന്ത്, എനിക്കൊരു വിഷയമില്ല, എത്ര ചെറിയ വഴിയാണെങ്കിലും, എന്താ പറ്റിയെന്നറിയില്ല, എൻ്റെ കൽബ് ഓൾറെഡി ആ വീട്ടിൻ്റെ ഉള്ളിലുള്ള ആ പെണ്ണിലും കയറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. ശരിയാണ് ചെറുപ്പക്കാരൻ പറയും. അങ്ങനെ അഥവാ കൽബ് കയറിക്കഴിഞ്ഞ കേസുകൾ ഉണ്ടെങ്കിൽ, ഈ റമദാനിൽ നമ്മളങ്ങനെ ഒരു കേസ് ഡീൽ ചെയ്തായിരുന്നു, അങ്ങനത്തുള്ള കേസുകൾ ഉണ്ടെങ്കിൽ വേറെ ഒരു പരിഹാരമായിട്ട് നമുക്ക് വേറൊന്നും നിർദ്ദേശിക്കാനില്ല. അത് നമുക്ക് ചിലപ്പോൾ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, നമ്മുടെ ഈഗോ അത് ഹെർട്ടാവും, നമ്മളെ സ്റ്റാറ്റസിനൊക്കെ ഒക്കൂലെങ്കിലും അത് പറയലല്ലാതെ വേറെ നിവർത്തിയില്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തണം. ഖദീജ ബീവി അതാ ചെയ്തത്. അപ്പോൾ എനിക്കെത്ര പ്രായമുണ്ട്, മുഹമ്മദിന് എത്ര, അന്ന് പിന്നെ മക്കയിൽ അങ്ങനത്തെ സാഹചര്യത്തിൽ അതൊരു കുഴപ്പമല്ലായിരുന്നു. അപ്പോൾ ഖദീജ ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കല്യാണം ആലോചിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. കല്യാണ ആലോചനയായിട്ട് ആരാ വരേണ്ടത്?
കല്യാണ ആലോചനയുമായിട്ട് വരേണ്ടത് ചെറുക്കൻ്റെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്, അല്ലേ? അല്ലാണ്ട് പെണ്ണ് അങ്ങോട്ട് പോയിട്ടല്ല കല്യാണം ആലോചിക്കേണ്ടത്. അപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചനയുമായിട്ട് ഇങ്ങോട്ട് വരണം. അതിനെന്താ വഴി? എന്തായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള ഒരു വിഷയത്തിലും താല്പര്യം കാണിക്കൂല. എന്ത് തന്നെ ആയാലും നബി തങ്ങൾ ഇങ്ങോട്ട് കല്യാണ ആലോചനയുമായിട്ട് വരൂല എന്ന് ഖദീജ ബീവിക്ക് ഉറപ്പാണ്. പക്ഷേ വരുത്തിക്കുകയും വേണം അന്നത്തെ രീതി അനുസരിച്ച്. അതിനു വേണ്ടിയിട്ട് ഖദീജ റളിയല്ലാഹു അൻഹു ചെറിയൊരു ഐഡിയ നടത്തി. ഖദീജ ബീവിയുടെ ഒരു ഉറ്റ സുഹൃത്തുണ്ടായിരുന്നു, ബെസ്റ്റ് ഫ്രണ്ട്. നഫീസ എന്നായിരുന്നു അവരുടെ പേര്. ഈ നഫീസയെ പിന്നെ ഖദീജ ബീവി, നഫീസ ആ കഥ പറയട്ടെ, അത് നമുക്ക് കേൾക്കാം. അവർ പറയാം, ഫഅർസലത്നി ദസീസൻ, ഒരു ചാരയായിട്ട് രഹസ്യദൂതനായിട്ട് എന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അയച്ചു. അതായത് ഞാൻ അയച്ചതാന്നുള്ള രീതിയിലൊന്നും പോരുത്, എങ്ങനെയെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ പോയി സംസാരിച്ചിട്ട് അവസാനം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എൻ്റെ അടുക്കലേക്ക് വിവാഹം ആലോചിക്കാൻ വരുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കി മാറ്റണമെന്നുള്ള രഹസ്യ ദൗത്യവും ഒരു മിഷനും കൊടുത്തിട്ട് ഖദീജ ബീവി നഫീസയെ അയച്ചു. ഇതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അങ്ങനെ ഷാമിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഒരിക്കൽ നഫീസ ഇങ്ങനെ പോയി, ഒന്നും അറിയാത്ത പോലെ, രഹസ്യദൂതയാണല്ലോ, ചാരയാണല്ലോ. ചോദിച്ചു, യാ മുഹമ്മദ് മാ യംനഉക അൻ തുസവ്വജ് അല്ലെങ്കിൽ തതസവ്വജ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നുബുവത്തിന് മുമ്പുള്ളതായതുകൊണ്ട് മുഹമ്മദ് എന്ന് അവർ വിളിക്കുന്നത്, പക്ഷേ നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, കല്യാണം കഴിക്കുന്നതിൽ നിന്ന് എന്താണ് തടയുന്നത്? എന്താ നിനക്ക് തടസ്സം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടി, മാ ബിയദി മാ അതസവ്വജു ബിഹി, കല്യാണം കഴിക്കാനുള്ളതൊന്നും എൻ്റെ കയ്യിലില്ല. മഹർ കൊടുക്കണ്ടേ, വലീമ കൊടുക്കണ്ടേ, എന്തൊക്കെ ചിലവുണ്ട്, എൻ്റെ കയ്യിൽ എന്താണ്? വവജദക ആയിലൻ, നബിയെ അങ്ങയെ ഞാൻ ദരിദ്രനായി കണ്ടെത്തിയെന്ന് അള്ളാഹു പറഞ്ഞു. ഭയങ്കര ദാരിദ്ര്യമായിരുന്നു, ഭയങ്കര മറുപടിയല്ലേ? അത് ശരിക്കും നമ്മൾ മനസ്സിൽ കോരിയിരിക്കണം. നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ വാക്ക് നമ്മൾ ആലോചിച്ചാൽ മതി, അല്ലേ? കല്യാണം കഴിക്കാത്തത് എന്നാ മുഹമ്മദ് എന്ന് ചോദിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റസൂല്, നമ്മളൊക്കെ കണ്ണിലെ കൃഷ്ണമണിയേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി കണ്ടു നടക്കുന്ന, നമ്മുടെ കൽബിൻ്റെ കരളിൻ്റെ കഷ്ണമായി മനസ്സിലാക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, മാ ബിയദി മാ തസവ്വജു, കല്യാണം കഴിക്കാനുള്ളതൊന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ എന്തും വെച്ച് കല്യാണം കഴിക്കാനാ. ഫഖുൽത്തു, അപ്പോൾ നഫീസ പറയാം, ഞാൻ ചോദിച്ചു, ഫഇൻ കുഫീത ദാലിക്, അതിനുള്ള പരിഹാരം ഞാൻ കണ്ടാലോ? വദുഈത ഇലൽ ജമാലി വൽ മാലി വശറഫി വൽ കഫാ, സമ്പത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചു, എന്നിട്ടോ നിനക്ക് സൗന്ദര്യവും സമ്പത്തും മഹത്വവും കുഫുവും ഒക്കെ ഒത്ത ഒരാളിലേക്ക് നിന്നെ ക്ഷണിക്കപ്പെട്ടു, നിനക്ക് അങ്ങനെയുള്ള ഒരു ആലോചന വന്നു, അങ്ങനെയാണെങ്കിൽ അലാ തുജീബ്, അങ്ങനെയുള്ള ഒരാൾക്ക് നീ മറുപടി നൽകുമോ? റസൂൽ അത്ഭുതത്തോട് ചോദിച്ചു, ഫമൻഹിയ, ഇത്രയുമൊക്കെ ഉള്ള ആരെനിക്ക് ഇങ്ങോട്ട് ഇത് വരാനാ? അങ്ങനെയുള്ള ആരാ? കൊൽത്തു, അപ്പം നഫീസ് പറയാം, ഞാൻ പറഞ്ഞു, ഖദീജ നമുക്ക് ആലോചിച്ചാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അത്ഭുതം, വകൈഫ ലീ ബിദാലിക്, ഖദീജ എനിക്ക് എങ്ങനെ ശരിയാവാനാണ്? അപ്പോൾ പിന്നെ അഭിനയമാണ് കേട്ടോ. നഫീസ പറയാം, ഖാലത്ത് അലയ്യ, അതൊന്നും നീ ബേജാറാവണ്ട, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഴുവനും ഞാൻ സെറ്റാക്കി തരാം. ഞാൻ എങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ഖദീജയെ അതിന് വേണ്ടി, ശരിക്കും എങ്ങനെയാണ് വന്നേക്കുന്നത്? ഖദീജയുടെ ആവശ്യപ്രകാരം ചാരയായിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ ഖദീജ പറഞ്ഞിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയരുത് ഞാൻ അയച്ചെന്നുള്ളത്. അതുകൊണ്ട് ഖാലത്ത് അലയ്യ, ഞാനത് നോക്കിക്കൊള്ളാം, ഞാനത് സെറ്റായിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഫഅന ഫഅല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെയാണ്, ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. ഫദഹബതു ഫഅഖ്ബർതുഹ, അങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഞാൻ ഖദീജ ബീവിയുടെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, സംഗതി സക്സസ് ആയി, മിഷൻ സക്സസ് ആയി, അക്കംപ്ലിഷ്ഡ് ആയി, ഞാനത് പൂർത്തിയാക്കി, സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിലേക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിൻ്റെ അടുക്കലേക്ക് ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുന്നത് പോലെയല്ലേ നഫീസ പോകുന്നത്. അപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചതുപോലെ ഇപ്പോൾ നഫീസയുടെ ആ ഒരു സ്വീകരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ആ ഒരു കല്യാണ ആലോചന നഫീസയിൽ നിന്ന് ഖദീജ ബീവി സ്വീകരിച്ചതുപോലെ അവർ തിരിച്ചു മറുപടി അയച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിങ്ങനെ നഫീസയോട് എന്നോട് കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം ഇങ്ങോട്ട് പ്രകടിപ്പിച്ചത്, ശരിക്കും ആരാ ആദ്യം പ്രകടിപ്പിച്ചത്? ഖദീജ ബീവിയാണ്. പക്ഷെ അത് അങ്ങോട്ടേക്ക് മാറ്റി ഖദീജ ബീവി, ആ ചെറിയൊരു കളിയിലൂടെ. അപ്പോൾ നഫീസയുടെ അടുക്കൽ നിങ്ങൾ ഇങ്ങോട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചതുപോലെ ഞാനത് സമ്മതിച്ചിട്ടുണ്ട്. ഇത്തി ലിസാഅതി കദ വകദ, ഇന്ന സമയത്ത് ഇന്ന ദിവസത്തിൽ നീ നിൻ്റെ ആളുകളൊക്കെ കൂട്ടിയിട്ട് വന്നു, നമുക്ക് വിവാഹബന്ധത്തിൽ ഏർപ്പെടാം, നിക്കാഹ് നടത്താം, അഖദ് നടത്താം എന്ന് പറഞ്ഞ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിച്ചു. അതിനുശേഷം ഇനി നമുക്ക് പറയാനുള്ളത്, കല്യാണം നടക്കുമ്പോൾ ഒരു നിക്കാഹ് വേണം. ആ നിക്കാഹ് ആകുമ്പോൾ ഖുതുബ വേണം. ആ ഖുതുബ പണ്ട് മുതലേ ഉണ്ട്, ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഇസ്ലാമിന് ശേഷം, പിന്നെ ഖുർആൻ അവതരിച്ചതിന് ശേഷം തുടങ്ങിയതല്ല, പണ്ടേ നിക്കാഹ് ഖുതുബ ഉണ്ട്. നമുക്ക് ആ കല്യാണത്തിൻ്റെ, ആ മഹത്തായ കല്യാണത്തിൻ്റെ രണ്ട് ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് പ്രണയ കഥകളെക്കുറിച്ച് കേട്ട്, ലൈല മജ്നൂൻ, അങ്ങനെയുള്ള പല പ്രണയ ജോഡികളെക്കുറിച്ച്, പിന്നെ ഇണകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ
ഏറ്റവും ഉയർന്ന രീതിയിലുള്ള പ്രണയം നമുക്ക് കാണാൻ കഴിയുന്നത് ബിബി ഖദീജ റളിയല്ലാഹു അൻഹയിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലോ. അപ്പോൾ ആ കല്യാണത്തിൻ്റെ തുടക്കത്തിൽ നിക്കാഹിൽ ഖുതുബ നടത്തിയത് ആരാണ്? എന്തായിരുന്നു ഖുതുബ അല്ലേ? ചില നിക്കാഹ് ഖുതുബകൾ ഭയങ്കര വൈറലാകാറുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിക്കാഹിൻ്റെ ഖുതുബ എങ്ങനെയായിരുന്നു, ആരാണ് നടത്തിയത്, എങ്ങനെയാണ് നടത്തിയത്, അതിലുപയോഗിച്ച ഓരോ വാക്കുകളും ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിൽ പറയും. അപ്പോൾ നിങ്ങൾക്ക് ആ നിക്കാഹിൻ്റെ സദസ്സിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നിട്ട് ആ ഖുതുബ ഇൻഷാ അല്ലാഹ് കേൾക്കാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നമുക്ക് മഹറായിട്ട് എന്തായിരുന്നു റസൂലുള്ള കൊടുത്തത് അല്ലേ? ഖദീജ ബീവിക്ക് നമ്മുടെ ഹബീബ് കൊടുത്ത മഹർ നിങ്ങളെപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉമ്മ ഖദീജ ബീവിക്ക് നമ്മുടെ ഹബീബ് കരളിൻ്റെ കഷ്ണം കൊടുത്ത മഹർ അതെന്താണെന്ന് അറിയണം. ആ കല്യാണത്തിന് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വലീമക്ക് എന്തൊക്കെയാണ് അറുത്തത്, എന്തൊക്കെയാണ് ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം ഇവർ ആദ്യ രാത്രി കൂടിയതും അതിനുശേഷമുള്ള രാത്രികളും പകലുകളും ഒക്കെ ചെലവഴിച്ചത് ഏത് വീട്ടിലായിരുന്നു, ഏത് വീടാണ് അവരതിന് തിരഞ്ഞെടുത്തത് എന്നതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അവരുടെ സ്നേഹബന്ധങ്ങൾക്ക്, അവരുടെ സന്തോഷങ്ങൾക്ക്, അവരുടെ ദുഃഖങ്ങൾക്ക്, അവരുടെ ചിരികൾക്ക്, അവരുടെ കരച്ചിലുകൾക്ക്, അവരുടെ പരസ്പരമുള്ള പ്രണയത്തിനും സ്നേഹത്തിനുമൊക്കെ മൂകസാക്ഷിയായ മതിലുകൾ, ചുമരുകൾ, ഭൂമി അതൊക്കെ ഏതായിരുന്നു എന്നും ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയും. അതിനൊക്കെ മുമ്പായിട്ട് ഖദീജ ബീവി ഇതിനു മുമ്പ് കഴിച്ച വിവാഹം എത്രയായിരുന്നു, ആരൊക്കെയായിട്ടായിരുന്നു, അതിലൂടെ എത്ര മക്കളുണ്ടായിരുന്നു, അവരൊക്കെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് എന്ത് റോളാണ് വഹിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ആവേശത്തോടു കൂടി കാത്തിരിക്കുക. അടുത്ത ക്ലാസ് വരുന്നത് വരെ നമുക്കിത് പൂർത്തിയാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് പഠിക്കണം, മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത പരീക്ഷയും ഉടനെ ഉണ്ടാവും. അപ്പോൾ കേൾക്കുന്ന പേരുകൾ അതുപോലുള്ള ബാക്കിയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ മനസ്സിൽ ഉറപ്പിക്കാനോ ഒക്കെ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന ദുആയോടുകൂടി ഈ ക്ലാസ് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.